ഗൈസ് മുമ്പേ ഞാൻ ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോയായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ ഫോണിൽ ഒരു കോള് വന്നായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. ഒരു മാജിക് കാണിച്ചു, ടിങ് ഡിങ് ഡിങ്. ഓ സോറി, ഡിങ് ടിങ് ഡിങ്. അമ്മി പറിച്ചെടുക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ. തിരിച്ച് ഇവിടെ കൊണ്ട് ഫിറ്റ് ചെയ്തു, ഇവിടെ നിന്ന് പറിച്ചെടുത്തു, ഇവിടെ കൊണ്ട് ഫിറ്റ് ചെയ്തു. എങ്ങനെയുണ്ട്? പിന്നെ ഇതാ ഒരെണ്ണം കൂടി കാണിച്ചു തരാം. 1 2 3 4 ഇങ്ങനെ വരുന്നില്ലേ? നിങ്ങൾക്ക് ഇങ്ങനെയാണോ വരുന്നത്? ഇന്ന് ഞാൻ കാണിച്ചിട്ട് 1 2 3 4 5 6 7 8 9 10 12 13 14 15 16 ടിങ് 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 ടിങ്. എങ്ങനെയുണ്ട്? ഞാൻ കാണിച്ചിട്ടോ. ഇനി നമുക്ക് നേരെ വീഡിയോ. നമ്മളുടെ സാധനങ്ങളൊക്കെ ആ ബെഞ്ചിലാണ്. ഞാൻ കുറച്ച് സൂം ചെയ്യാൻ പറ്റത്തില്ല. സൂം ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. ഇനിയും സൂം ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ അവിടെ പോയി കാണിച്ചു തരാം. ഇങ്ങനെ നമ്മൾ ദാണ്ടെ ഉണക്കാനായിട്ട് സാധനങ്ങളൊക്കെ ദാണ്ടെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ വെട്ടമുള്ളതുകൊണ്ട് കാണുന്നില്ല കേട്ടോ. ഈ ബുക്കിൽ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഉണങ്ങിയോ ഇത്രയും പെട്ടെന്ന്? നമ്മൾ കുറച്ച് മുമ്പ് വെച്ചതല്ലേ ഉള്ളൂ. നമുക്ക് ഇപ്പം വെച്ചതിൽ ഒന്ന് കൈ കഴുകി നോക്കാം. എനിക്കിങ്ങനെ കൈ കഴുകിക്കൊണ്ടിരിക്കണം. ഞാൻ വെള്ളം എടുത്തിട്ട് വരാം. നമ്മൾ വെള്ളം എടുത്തു, നനച്ചു, അത് കഴുകാനിരിക്കണ്ട. അലസണ്ട്. അപ്പം ഞാൻ ഇപ്പോൾ ഒരു ഇതെടുത്തില്ലായിരുന്നോ? അപ്പം ഞാൻ ഒരെണ്ണം എടുത്തത് കൊണ്ട് അതിന് പകരം വേറൊരെണ്ണം വെക്കാം. നമ്മൾ കറങ്ങി തിരിഞ്ഞു പോകാൻ കേട്ടോ. എവിടെ സാധനം? ഇതെല്ലായിടത്തും നിന്ന് ഓടിക്കുക. അങ്ങനെ ഹാൻഡ് വാഷ് അവിടെ വെച്ച് നമുക്കിനി ഓരോന്നൊരു നട്ട് പീൽ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ അവിടെ ടൂറിൻ്റെ ഉള്ള സ്ഥലത്ത് പോകുന്നതിന് മുമ്പ് ഒന്നും കൂടി നമുക്ക് ഇതൊന്ന് നനച്ചു കൊടുക്കണം. പക്ഷെ ഞാൻ 7 മണിക്കാണ് എണീക്കുന്നത്, എണീക്കാൻ സമയം ഉണ്ടാവില്ല. അതൊന്നും സാരില്ലേ, നമ്മൾ സമയമില്ലാത്ത സമയത്ത് നമ്മൾ സമയം ഉണ്ടാക്കും. സമയമില്ലെങ്കിലും നമ്മൾ സമയം ഉണ്ടാക്കും. അതാണല്ലോ നമ്മുടെ സമയം. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട. നാളത്തെ കാര്യം നാളെ, ഇന്നത്തെ കാര്യം ഇന്ന്. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതിയാകും. ഇനിയും 1 2 4 എണ്ണമാണ് നമ്മൾ ഒരെണ്ണത്തിൽ നമ്മൾ ഹാൻഡ് വാഷ് ഒഴിച്ചല്ലോ. ഇപ്പം അതിനകത്ത് ഒഴിച്ചപ്പോൾ 4 എണ്ണം കൂടി നനഞ്ഞു പോയി. അതുകൊണ്ട് 4 എണ്ണം അവിടെ ഒറ്റയ്ക്ക് ഉണങ്ങാനിരിക്കും. ബാക്കി എല്ലാവരും അവരവരുടെ പണി നോക്കി കവറിലിരിക്കും. പക്ഷേ 4 എണ്ണം മാത്രം അവിടെ തന്നെ ഇരിക്കും. അങ്ങനെ നമ്മൾ ഇനിയും വെക്കാൻ സ്ഥലമില്ലല്ലോ, ഉണ്ട് എല്ലാത്തിൻ്റെ നടുക്കൊണ്ട് വെച്ചു. എല്ലാവരുടെയും മുന്നിൽ ഷോ എടുക്കാനുള്ളതാണേ നാളെ. എനിക്ക് എൻ്റെ അമ്മോ, എനിക്ക് സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യ. കഴിഞ്ഞ വട്ടം 1ാം ക്ലാസ്സിൽ പോയത് ഗ്രീൻ വാലിയിലായിരുന്നു. ഗ്രീൻ വാലി പോയിട്ടുള്ളതിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഗ്രീൻ വാലിയിൽ വലിയ സ്ലൈഡൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വെള്ളത്തിൻ്റെ അകത്ത് തന്നെ ഒരു പാർക്ക് ഉണ്ടായിരുന്നു. ഞാൻ മുന്നിൽ പോയി ഇങ്ങനെ തിരിഞ്ഞ് യൂണിഫോം ഇട്ട അതിനകത്ത് ഇറങ്ങിയത്. തിരിഞ്ഞ് മുങ്ങിപ്പോയി ഞാൻ. നിങ്ങളൊന്ന് കാണണം. നിങ്ങൾ ഗ്രീൻ വാലി പോയിട്ടുണ്ടോ? അവിടെ 3D ഉണ്ട്. എല്ലാ ഗെയിമുകളും കഴിഞ്ഞിട്ടാണ് ഞങ്ങളെ സ്വിമ്മിംഗ് പൂളിൽ ഇറക്കിയത്.
ഓ എൻ്റെ അമ്മ, ഒരു രക്ഷയില്ലായിരുന്നു. സ്വിമ്മിംഗ് പൂളിൽ പിന്നെ ഇറങ്ങണം. എനിക്ക് സ്വിമ്മിംഗ് പൂളിൽ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് 1ാം ക്ലാസ്സിൽ നീന്താൻ അറിയാതെ അവിടെ മുങ്ങിപ്പോയതാണ്. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ പിടിച്ചിരുന്ന്. എൻ്റെ അമ്മ, ഒന്നും പറയണ്ട. ഇനി 4 എണ്ണം കൂടെ ഉണങ്ങാൻ സമയം കൊടുത്താൽ മതി. ഇതുണ്ടോ, കാണാവോ? ഇതെല്ലാം പാടാണ്. കണ്ട, ഇതാണ് റിയലായിട്ടുള്ള സംഭവം. കണ്ടോ, പാട് വരുന്നുണ്ടോ? ഇത് പാട് വീഴ്ത്താൻ പറ്റത്തില്ല. ഇപ്പം നിങ്ങൾക്ക് കാണാമല്ലോ, ബുക്ക് ഫുൾ പാടായി. അപ്പോൾ ഇത് ബുക്ക് ഇവിടെ ഉണങ്ങാൻ വെച്ചു. എന്നിട്ട് നമ്മളുടെ പേപ്പർ സോപ്പ്, എനിക്ക് ചിലപ്പോൾ കിട്ടത്തില്ല ഈ പേപ്പർ സോപ്പെന്ന്. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം മിണ്ടാതിരിക്കും കിട്ടാവുന്ന സമയത്ത്. നമുക്കിത് ആ പേപ്പർ സോപ്പ് ഇങ്ങനെ ഓരോ ലൈനായിട്ട് എടുത്ത് വെച്ച് കൊടുക്കാം. പേപ്പർ സോപ്പിന് നനഞ്ഞ് കുളവായെന്ന് തോന്നുന്നു. പേപ്പർ സോപ്പിന് കുളിക്കാൻ ഇഷ്ടമില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും മൂടില്ലാത്ത സമയത്ത് പെട്ടെന്ന് കുളിച്ച് റെഡിയാവും. ഞാൻ മുടിയൊക്കെ ഉണക്കി. എനിക്ക് തോന്നുന്നു പേപ്പർ സോപ്പും അങ്ങനെയാണെന്ന് തോന്നുന്നു. പേപ്പർ സോപ്പിന് കുളിക്കാൻ ആഗ്രഹമില്ലാത്തപ്പം പെട്ടെന്ന് ഉണങ്ങി കുളിച്ച് റെഡിയാവുമെന്ന് തോന്നുന്നു. നമ്മളെപ്പോലാണോ പേപ്പർ സോപ്പ്? നല്ല മണം. മണപ്പിച്ച് നോക്കിക്കോ. എൻ്റെ കൂട്ടുകാരികളൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും വന്ന് മണപ്പിക്കും. ഞാനിത് ചിലപ്പോഴൊക്കെ 1-2 എണ്ണം നമുക്ക് സ്കൂളിൽ കൊണ്ടുപോകാറുണ്ട്. ചിലപ്പം കൂട്ടുകാരികൾ പറയുന്ന സമയത്ത് അവർക്കൊക്കെ ഇതിൻ്റെ മണം ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളുടെ ക്ലാസ്സിൽ ശ്രീഹരി കാവടിക്ക് പോയി. ക്ലാസ്സിൽ ഒരു ശ്രീഹരിയുണ്ട്. ശ്രീഹരി കാവടിക്ക് പോയിട്ട് വന്നപ്പോൾ പേപ്പർ സോപ്പ് അവൻ ഉണ്ടാക്കിയതല്ല, അവിടുന്ന് സ്ഥലത്തുനിന്ന് വാങ്ങിയതാണ്. പ്രത്യേകിച്ച് മണമൊന്നുമില്ലായിരുന്നു, പക്ഷെ നല്ല പത വരുന്നുണ്ട്. ഒരെണ്ണം വെച്ച് തേച്ചപ്പോഴേ നല്ല പത വരുന്നുണ്ട്. മണമൊന്നുമില്ല. മണമൊക്കെ വേണമെങ്കിൽ എന്താ പേപ്പർ സോപ്പ്, എന്താ മണം. പൊട്ടെനിക്ക് വേണ്ട. നമുക്ക് പേപ്പർ സോപ്പ് വേണ്ട. നമ്മൾ ഇതിൻ്റെ കവർ എടുത്തുകൊണ്ട് വരാം കേട്ടോ. നമ്മൾ ഇതിന് പുറത്ത് കുറേ ഡിസൈൻ ഒന്നും ചെയ്തിട്ടില്ല. റെഡ് ഓറഞ്ച് ഇങ്ങനെ ഇവിടെ അടിച്ചു കൊടുത്തു. പിന്നെ ഓറഞ്ച് വെച്ചിട്ട് ഈ ലൈനൊന്നും ഇടും. പിന്നെ ഇവിടെ ബ്ലാക്ക് വെച്ചായിരുന്നു പേപ്പർ സോപ്പെന്ന് എഴുതിയത്, പക്ഷേ ഞാൻ ഗ്രീൻ ആക്കി. എന്നിട്ട് പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് പേപ്പർ സോപ്പ് വെക്കാം. ഇത്ര പെട്ടെന്ന് ഉണങ്ങി കിട്ടിയാ? എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ എല്ലാ ഷെയറും എന്നെ സപ്പോർട്ടും എനിക്ക് നിങ്ങളുടെ ആവശ്യമുണ്ട്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.